പാവയ്ക്ക കറി വയ്ക്കാനായിട്ട് പോവുകയാണേ. അപ്പം അതിന് ഒരു തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുക്കാൻ പോകണം. ആദ്യം തേങ്ങ അത്ര നല്ലതാണോ എന്ന് അറിയില്ല, എന്തായാലും ഒന്ന് പൊട്ടിച്ച് നോക്കാം. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. തേങ്ങ പൊട്ടിച്ച തേങ്ങ വെള്ളം ഒരു തരി പോലും കളയാണ്ട് എടുക്കുവേ. വെള്ളമില്ല ശരിക്കും. തേങ്ങ സൂപ്പറാണ്. വെള്ളം ഒട്ടുമില്ലായിരുന്നു. ഒരു 3-4 ഡ്രോപ്പേ ഉണ്ടായിരുന്നുള്ളേ. 3-4 ഡ്രോപ്പാണേലും കുഴപ്പമില്ല കേട്ടോ, നല്ലതാണ്. തേങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ പാവക്ക കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പാവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ ചേർത്തയിൽ വാങ്ങിപ്പിച്ചതാണ്. 10 രൂപയ്ക്ക് കിട്ടിയ പാവയ്ക്കാണ്. പിന്നെ ചെറിയ ഉള്ളി വാങ്ങിക്കാനായിട്ട് വിട്ടുപോയേ. ഇപ്പോൾ കുറച്ച് സവോള ചേർത്തിട്ടാണ് വെക്കാനായിട്ട് പോകുന്നത്. പിന്നെ 2 പച്ചമുളകും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് വേഗത്തിൽ അരിഞ്ഞെടുക്കട്ടെ. അതുപോലെ തന്നെ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ ഇപ്പോൾ പൊട്ടിച്ചെടുത്ത തേങ്ങയാണിത്. നമുക്ക് പഴയ തേങ്ങ ഫ്രിഡ്ജിനകത്ത് ചിരണ്ടിയത് കുറച്ച് ഇരിക്കുന്നുണ്ടായിരുന്നേ. അപ്പം അതുകൊണ്ട് നമുക്കിത് വറുത്തെടുക്കാൻ നേരത്തെ ഇച്ചിരി പ്രയാസം ഉണ്ടാകും. കാരണം 2 തരത്തിലെ തേങ്ങയാണല്ലോ. ഇത് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. പക്ഷേ ഇത് ഇച്ചിരി താമസം ഉണ്ടാവേ. പാവയ്ക്കൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ, മീൻ വാങ്ങാനായിട്ട് ഒരു കൊച്ചു പുറത്ത് വന്ന്. അങ്ങനെ പിന്നെ ഞാൻ അതെടുത്ത് കൊടുക്കാനായിട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നേ. ഇന്നും സമയമൊക്കെ ഒരുപാടായിട്ടാണ് പാചകത്തിന് കയറുന്നത്. അപ്പം ആദ്യം പാവക്കയുടെ ഞെട്ടും പാവക്ക ഞാൻ പാവക്ക പൊളക്കാണ്ട് തന്നെ ഇങ്ങനെ അരിഞ്ഞെടുക്കുവാണേ. നമ്മൾ സാധാരണ ഒരു വീട്ടിൽ പെട്ടെന്നൊക്കെ തിരക്ക് പിടിച്ച ജോലിയുടെയൊക്കെ ഇടക്കൊക്കെ കറിയൊക്കെ വെക്കാനായിട്ടൊക്കെ വരികയില്ലേ, അതേ സ്റ്റൈലിലാണ് ഇന്നത്തെ നമ്മുടെ പാവക്ക കറിയൊക്കെ കേട്ടോ. പാവക്ക ഉണ്ടല്ലോ, ഒരുപാട് അങ്ങോട്ട് വിളയാത്ത പാവക്കയാണെങ്കിൽ ഞാനതിൻ്റെ കുരുവൊന്നും അങ്ങനെ കളയാറില്ല. അതേ വഴി ഇങ്ങനെ അരിഞ്ഞെടുക്കുകയും ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് അതേപോലുള്ളതാണെന്ന് തോന്നണം. അതിൻ്റെ ഉള്ളിലെ കുരുവൊന്നും കളയേണ്ടതായിട്ട് വരത്തില്ല. കണ്ടോ, അതെ ചെറിയ നല്ല പിഞ്ച് പാവക്കയാണ്. അപ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല. ഇതിൻ്റെ കുരു കളയാണ്ട് തന്നെ അരിയുവാണേ. പിന്നെ അരിഞ്ഞങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വിളഞ്ഞ കുരു ഉണ്ടെന്ന് തോന്നിയാൽ അങ്ങോട്ട് പൊളന്ന് കുരു തീർത്തങ്ങോട്ട് കളയും. അപ്പോൾ തോന്നുമായിരിക്കും പാവക്കയുടെ ഈ കുരുവൊക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ടേസ്റ്റിന് വല്ല വ്യത്യാസം വരുമോ എന്നൊക്കെ തോന്നുന്നുണ്ടാവില്ലേ. അപ്പോൾ ഇതേപോലെ എടുക്കുന്നവരും കണ്ടേക്കാം. അങ്ങനെയുള്ള കുഴപ്പമൊന്നും വരത്തൊന്നുമില്ല. നമ്മൾ പാവയ്ക്ക സമൂലം കറിവയ്ക്കണം എന്ന് പറയത്തില്ലേ, അതേപോലെയുള്ളൊരു രീതിയാണിത്. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞേക്കട്ടെ, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടല്ലോ ഷീബ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൊറൂർ എന്നുള്ളൊരു ഷീബ എൻ്റെ വീഡിയോ കാണാറുണ്ടെന്ന് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷീബ പറഞ്ഞായിരുന്നു, ഷൈല തൊറൂർ അമ്പലത്തിൽ വരുമ്പോഴത്തേക്ക് ഒന്ന് പറഞ്ഞിട്ട് വരണം, നമുക്ക് അവിടെ വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഷീബയെ കാണാനായിട്ട് വലിയ ഒരാഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ ചില വ്യാഴാഴ്ചകളിലൊക്കെ വരാറുണ്ട് അമ്പലത്തിൽ. അപ്പോൾ ഇനി ഞാൻ വരുമ്പോഴത്തേക്ക് അത് പറഞ്ഞിട്ട് വരാം. ഇനിയിപ്പോൾ അടുത്ത് തന്നെ എനിക്ക് തൊറൂർ ഏരിയയിലേക്ക് ഒരു പോക്കുണ്ട് കേട്ടോ. തൊറൂർ എന്ന് വെച്ചാൽ ചമ്മനാട് വരെയും പോകുന്നുണ്ട്. ചമ്മനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ അമ്മയുടെ കുടുംബ ക്ഷേത്രമുണ്ട് കേട്ടോ. ക്ഷേത്രമൊക്കെ ഉണ്ട്, നിത്യപൂജയില്ല. മാസത്തിൽ ആണ് മാത്രം നട തുറക്കുന്നത്. ഞാൻ കുഞ്ഞുനാളിൽ പോയിട്ടുള്ളതാണ്. പോയിട്ട് കുറേ വർഷങ്ങളായല്ലോ. അപ്പോൾ ഇനി അവിടെ എങ്ങനെയൊക്കെയാണ് കറക്റ്റ് പൂജാസമയം എന്നൊക്കെ കറക്റ്റ് എനിക്ക് അറിയില്ല. അപ്പോൾ അവിടെ തുള്ളൽ നടക്കുവാണ്. അപ്പോൾ അടുത്ത ആഴ്ച എന്നാൽ വരുന്ന തിങ്കളാഴ്ച പോകാമെന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ്ങിലൊക്കെ ഇരിക്കുവാണേ. ഇത്തിരി കുരു കളയുന്നുണ്ട്. അപ്പം അങ്ങനെ തൊറൂരേക്ക് ഒരു വരവ് ശരിക്കും പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെന്നാലും നമുക്ക് അന്ന് കാണാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ വേറൊരു ദിവസം ഞാൻ തൊറൂർ അമ്പലത്തിൽ വരാം. അപ്പോഴത്തേക്ക് തമ്മിൽ നമുക്കൊന്ന്
കാണുകയും കൂടെ ചെയ്യാം. അത് ഞാൻ വീഡിയോയിലൂടെ തന്നെ പറയാം എപ്പോൾ വരും എന്നുള്ളത്. ഞാൻ ഷിബയ്ക്ക് വീഡിയോയിലൂടെ തന്നെ പറയാം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് തമ്മിൽ കാണാനായിട്ട്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2-3 വീഡിയോയ്ക്ക് മുമ്പായിട്ടുള്ള വീഡിയോയിൽ കമൻറ്റിലൂടെ നമ്മുടെ ഹരിതയല്ല കേട്ടോ, ഹമിത കേട്ടോ, സോറി കേട്ടോ അങ്ങനെ പേര് ഞാൻ ഉച്ചരിച്ചതിൽ. അപ്പോൾ കാരണം എനിക്ക് തുടങ്ങി എനിക്ക് തോന്നണേ ഏറ്റവും അധികം കമൻറ്റുകളൊക്കെ ശരിക്കും ഇട്ടിട്ടുള്ളത് ഹമിത തന്നെയാണെന്ന് തോന്നുന്നു. എന്നെ ആദ്യം തൊട്ട് തന്നെ സപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഹമിത. അപ്പം ഹമിത പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹമിതയുടെ മക്കളാണ് ഫൈഹ ഫാത്തിമയും അതുപോലെ ഫർഹ ഫാത്തിമ, 2 പിള്ളേരുടെ പേര് മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്തായിരുന്നു കേട്ടോ. പക്ഷെ അത് ഹമിത കണ്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് പിന്നീട് വേറൊരു വീഡിയോക്ക് കമന്റ് ഇട്ടപ്പോൾ ചേച്ചി മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചെയ്തില്ലല്ലോ, മക്കളുടെ പേരാണ് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് 2 പേർക്കും ഹായ് പറയുകയാണ്. പിന്നെ നമുക്ക് അടുത്തതെന്ന് വെച്ചെന്നാൽ നമ്മുടെ വിപിൻ വിനയ് കേട്ടോ, വിപിൻ വിനയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ കൂടെ മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം അവരെന്ന് പറഞ്ഞെന്നാൽ എന്നോട് പറഞ്ഞ് ഇങ്ങനെയാണ്, സൗദി പ്രവാസി സഹോദരങ്ങൾ എന്നായിരുന്നു പറഞ്ഞത്. അപ്പം അവരെയും ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നു. എല്ലാവർക്കും ഹായ് പറയുകയാണ്. പിന്നെ നമുക്ക് പിന്നെ വേറൊരു വിശേഷം എന്ന് പറഞ്ഞെന്നാൽ സുനിത സുരേഷ് കേട്ടോ, കാഞ്ഞിരപ്പള്ളിയിലുള്ളതാണ്. അപ്പോഴും ആദ്യകാല വീഡിയോയിലൊന്നും അങ്ങനെ കാണാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നീട് ഇപ്പോൾ ഒരു 5-8 മാസമൊക്കെ ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ പുള്ളിക്കാരത്തിയുടെ ശ്രദ്ധയിൽ പെട്ടു. അന്ന് തൊട്ട് എല്ലാ വീഡിയോകളും എൻ്റെ പഴയ വീഡിയോ ഒക്കെ കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് വളരെ സന്തോഷം എനിക്കത് കേട്ടപ്പോൾ തന്നെ കേട്ടോ. എന്തായാലും നമ്മളോട് എന്തോ ഒരു ഇഷ്ടവും താല്പര്യമൊക്കെ തോന്നിയിട്ടാണല്ലോ കുത്തിയിരുന്ന് നമ്മുടെ പഴയ വീഡിയോ ഒക്കെ കാണുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ വീഡിയോയെക്കുറിച്ചൊക്കെ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് പറയാറുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അതെല്ലാം ഉൾപ്പെടുത്തി എന്നൊക്കെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ ഇടാറുണ്ട്. അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, അപ്പോൾ എന്നോട് നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്പർ ചോദിച്ചിട്ട് ഞാൻ കൊടുത്തു, കമൻറ്റിലൂടെ തന്നെ നമ്പർ കൊടുത്തു. പിന്നെ കമൻറ്റ് കണ്ട് നമ്പർ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നമ്പർ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു കേട്ടോ. കാരണം പല പ്രാവശ്യം എന്നോടുള്ള താല്പര്യം കൊണ്ടാണല്ലോ നമ്പർ കൊടുക്കണം, വിളിക്കാനാണ്. അർത്തിങ്കെ പള്ളി വരുമ്പോഴത്തേക്ക് വരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ പിന്നീട് കമൻറ്റിലൂടെ നമ്പർ കൊടുത്തു. അപ്പം എന്നെ വിളിച്ചു കേട്ടോ. വിളിച്ച് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു, ഫാമിലിയൊക്കെ പരിചയപ്പെടുത്തി. ഫോട്ടോസൊക്കെ വാട്സപ്പിലൂടെ എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഷൈനി സുരേഷ് എന്ന് പറയുന്നത് ടീച്ചറായിരുന്നു കേട്ടോ. ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ട് ഇപ്പം റിട്ടയർഡായിട്ടുണ്ട്. റിട്ടയർഡായിട്ട് കഴിഞ്ഞ വർഷമാണ് റിട്ടയർഡായത്. പിന്നെ 2 മക്കളാണെന്ന് പറഞ്ഞു, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഹസ്ബൻഡ്, മോൻ കാനഡയിലാണെന്ന് പറഞ്ഞു. റോഷൻ എന്നാണ് മോൻ്റെ പേര്, മോളുടെ പേര് റോഷ്നി എന്നാന്ന് പറഞ്ഞു കേട്ടോ. ഹസ്ബൻഡിൻ്റെ പേര് എന്തായിരുന്നു, റോയിച്ചൻ എന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു വീഡിയോ ഒക്കെ കൂടെ എടുക്കണം. വർത്തമാനം പറഞ്ഞ് ഇത്തിരി സവോളൊക്കെ കൂടിയിട്ടൊന്നും ഇല്ല കേട്ടോ, കറക്റ്റ് അളവിലൊക്കെ തന്നെയാണ് എടുത്തേക്കുന്നത്, കുഴപ്പമില്ല. അപ്പോൾ നമുക്കിനി വേഗത്തിൽ തന്നെ കറിയാക്കാം. ആദ്യം ഞാൻ തേങ്ങ എഴുതിക്കൊണ്ട് വരട്ടെ. തേങ്ങ ഇരണ്ടിട്ടുണ്ടേ. ഇപ്പം തേങ്ങ ഉണ്ടല്ല, കുറച്ച് ഫ്രിഡ്ജിലിരുന്ന തേങ്ങ ഉണ്ടായിരുന്നത് കൊണ്ട് അത് നന്നായിട്ട് ഇത്തിരി വലിഞ്ഞിരിക്കുവാണ്. ഇതിപ്പോൾ നമ്മൾ പൊട്ടിച്ച പുതിയ തേങ്ങയാണ്. അപ്പോൾ വറുത്തെടുക്കുമ്പോൾ ഇത്തിരി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതങ്ങോട്ട് വേഗം വാങ്ങിപ്പോകും. ഇത് മൊരിഞ്ഞ് വരാനായിട്ട് ഇത്തിരി സാവധാനെ വാങ്ങി വരത്തുള്ളൂ കേട്ടോ. വീഡിയോയിലൂടെയൊക്കെ ഒരേ കാര്യം പറയുമ്പോഴത്തേക്കേ തെറ്റ് വരരുതെന്ന് വിചാരിച്ച് പറഞ്ഞു വരുമ്പോൾ കൂടുതൽ തെറ്റുണ്ടായേ. ഇപ്പം നമുക്ക് തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട്, പാവയ്ക്കുള്ള തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെക്കുന്ന രീതിയാണിത് കേട്ടോ. ഇത്തിരി നല്ല ജീരകം ചേർക്കുന്നുണ്ടേ. ചില ആൾക്കാർ നല്ല ജീരകമൊന്നും ചേർക്കാറില്ല. അപ്പം പിന്നെ ഇത്തിരി കടുക് ചേർക്കുന്നുണ്ട്, വറുക്കാനുള്ള തേങ്ങയിലേക്ക് ചേർക്കുവാണേ. പിന്നെ ഒരു ഇത്തിരി ഉലുവ ചേർക്കുന്നുണ്ട്. ഇത്രയും സാധനം ചേർത്തിട്ടാണ് ഞാൻ തേങ്ങ വറുക്കുന്നത്. തേങ്ങ വറുക്കാനായിട്ട് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരാ ചേച്ചി വീഡിയോ എടുത്തു തന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹമീദ്. അപ്പോൾ വീഡിയോ എടുത്തു തന്നത് ചേട്ടൻ തന്നെയാണ് വീഡിയോ എടുത്തു തന്നത്. ഞാൻ പറഞ്ഞു വീഡിയോ എടുത്തതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ ഹെൽപ്പ് ചെയ്യണമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ തന്നെത്താൻ വീഡിയോ എടുക്കുകയും പാചകവും ഒക്കെ കൂടെ നടത്തുവാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് താമസമാണ് വീഡിയോ എടുക്കലും പിന്നെ പാചകവും എല്ലാം കൂടെ ചെയ്യുമ്പോഴത്തേക്ക് സാവധാനം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, സ്പീഡ് കിട്ടത്തില്ലേ. പിന്നെ എല്ലാ സാധനവും എടുത്ത് അടുപ്പിച്ചൊക്കെ വെച്ചിട്ടാണ് തുടങ്ങുന്നത്, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. തേങ്ങ ആദ്യമേ ഞാനൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് വറുക്കുന്നത്. പിന്നെ മുരിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഏകദേശം മുരിവൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിലോട്ടാക്കും. പാവയ്ക്ക തീയൽ കേട്ടോ, പാവക്ക തീയൽ, അതായത് പാവക്ക വറുത്തരച്ച് വയ്ക്കുന്നത്. തേങ്ങ ഒരുമാതിരി ഭംഗി വന്നു കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് മുരിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്കാണ് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചേർക്കുന്നത്. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം കേട്ടോ. പക്ഷെ ഉണ്ടല്ലോ മഞ്ഞൾ പൊടിച്ചത് ഇരിപ്പില്ല, ഇത്തിരി മഞ്ഞൾപ്പൊടിയെ പൊടിച്ചത് ഇരിക്കുന്നുള്ളൂ. ഇപ്പം സാരമില്ല, വറുത്തരയ്ക്കണ കറിക്കാകുമ്പോഴത്തേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി കുറഞ്ഞു പോയാലും പ്രശ്നമില്ലല്ലോ. ഇതിന് ശേഷം ഇപ്പോൾ പഴയ മഞ്ഞളുണ്ടല്ലോ, കഴിഞ്ഞ വർഷത്തെ മഞ്ഞൾ ഉണക്കി വെച്ചിരിക്കണത് ഇരിക്കുന്നുണ്ട്. അപ്പം ഞാനെടുത്ത് പൊടിക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് വെയിൽ കൊള്ളിച്ച് ഒന്നും കൂടെ ചൂടാക്കിയിട്ട് പൊടിക്കുവാണെങ്കിൽ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിക്കോളും. അതിന് ഞാൻ അതുകൊണ്ട് വെയിലത്ത് വെച്ചിട്ടുണ്ട്. അപ്പം കറിയൊക്കെ ഇണക്കി പിന്നെ നമ്മുടെ ജാറ് കഴുകി ഒന്നും കൂടെ ഉണക്കണം. അതായത് ഇപ്പം ഞാൻ വറുത്തരയ്ക്കാനായിട്ട് നമ്മുടെ ചെറിയ ജാറിലാണ് വറുത്തരച്ചെടുക്കാറുള്ളത്. ആ ജാറിൽ തന്നെയാണ് മഞ്ഞൾ പൊടിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ വറുത്തരച്ചൊക്കെ കഴിഞ്ഞിട്ട് ജാറ് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ട് വേണം നമുക്ക് ആ മഞ്ഞളൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. നമ്മുടെ കഴിഞ്ഞ വർഷം വീഡിയോയിലൂടെ ആയിരുന്നു ഞാൻ മഞ്ഞൾ വരച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മഞ്ഞൾ പുഴുങ്ങി അരിഞ്ഞിട്ട് ഉണക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് 3 പ്രാവശ്യം പൊടിപ്പിച്ചു കേട്ടോ. പൊടിപ്പിച്ചെന്നല്ല, നമ്മൾ തന്നെ പൊടിച്ചെടുത്ത് ഇനി ബാക്കി ഇരിക്കുന്നതും കൂടെ പൊടിച്ചെടുക്കണം. അതുകൂടെ കൊണ്ട് എടുത്ത് വരുമ്പോഴത്തേക്ക് തീരും. ഇത്തവണ ഉണ്ടല്ലോ മഞ്ഞൾ നമുക്കില്ല. ഞാൻ മഞ്ഞളൊക്കെ നട്ടിരുന്ന ഭാഗത്തൊക്കെ മോളുടെ കല്യാണത്തിന് പന്തലിടേണ്ടി വന്നു. മഞ്ഞൾ നട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 1.5 മാസമൊക്കെ ആയപ്പോഴത്തേക്കാണ് അവിടെ പന്തലിട്ടത്. പിന്നെ വേഗം അത് പറിച്ച് മാറ്റിയിട്ട് പിന്നെ അത് നമുക്ക് നോക്കി അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അതാണ് ഇത്തവണ ഒരു 2 ചൂട് മഞ്ഞളെ കിട്ടിയുള്ളൂ. അതിനകത്ത് ഒരു 100 ഗ്രാമോളം മഞ്ഞൾ കിട്ടി കേട്ടോ. പക്ഷെ 100 ഗ്രാം മഞ്ഞളൊക്കെ എന്ന് വെച്ചാൽ നമ്മളത് ഉണക്കി പൊടിച്ചൊക്കെ ഉണക്കി വരുമ്പോൾ ഇത്തിരിയേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇത്തവണ നമ്മൾ ഈ പൊടിയും കൂടെ കഴിഞ്ഞാൽ പിന്നെ മഞ്ഞൾ മേടിക്കേണ്ടതായിട്ട് വരും. മഞ്ഞൾപ്പൊടി തേങ്ങ വലിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല വിളഞ്ഞ തേങ്ങയാണെങ്കിൽ എണ്ണയൊന്നും ചേർക്കാണ്ട് തന്നെയാണ് ഞാൻ വറുക്കാറുള്ളത്. തേങ്ങ ചിരണ്ടി എപ്പോഴുണ്ടല്ലോ പറഞ്ഞല്ലോ, ഫ്രിഡ്ജിരുന്ന തേങ്ങയുണ്ട്, പിന്നെ നമ്മളിപ്പോൾ പൊട്ടിച്ച തേങ്ങയുണ്ട്. അപ്പം ചിരണ്ടി വരുമ്പോഴത്തേക്ക് തീരൊക്കെ പല വലിപ്പമായി പോകും. ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ, ആദ്യം ചിരണ്ടി വന്നിട്ടുണ്ടായിരുന്ന ഒരു നാക്ക് തേങ്ങയുണ്ടല്ലോ, അത് ഞാൻ അങ്ങോട്ട് തിന്നു കളഞ്ഞ്. കാരണം ഇനി അതിനകത്തേക്ക് ഇടുമ്പോഴത്തേക്ക് അത് ഇച്ചിരി വലിപ്പം കൂടുതലാകുമ്പോൾ വറുത്തെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാകുകയില്ല. ഇപ്പം തന്നെ നോക്കിക്കതിനകത്ത് ഉണ്ട് നമുക്ക് പുതിയ തേങ്ങയുടെ പീര ഇച്ചിരി വലുതായിട്ടാണ് കിടക്കുന്നത്. എന്നാലും വലിയ പ്രശ്നമില്ല. ഇപ്പം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത് തേങ്ങ വലിയ തേങ്ങാപ്പീര തിന്നാണ് അഡ്ജസ്റ്റ് ചെയ്തത്. എന്തായാലും ഇത്തിരി എണ്ണ ചേർക്കുന്നുണ്ടേ. എണ്ണ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഒരല്പം ചേർത്ത് ഞാൻ എണ്ണ. ഇനിയിപ്പോൾ പെട്ടെന്ന് തേങ്ങ മുരിഞ്ഞ് കിട്ടിക്കോളും. അപ്പം ഇന്നലെ പാവയ്ക്ക കൊണ്ടുവന്ന് വെച്ചും എന്നോട് പറഞ്ഞു ഒന്നെങ്കിൽ പച്ചടി വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ്, അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ തീയൽ വെക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ പച്ചടി വെക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ കഴിഞ്ഞ ദിവസം കാച്ചിയ മോരുണ്ടല്ലോ, മോരുകറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതും മോരുകറി, പിന്നെ ഇനി പാവക്ക പച്ചടി വെക്കുമ്പോൾ വീണ്ടും തൈര് ചേർത്ത് പച്ചടി വെച്ച് കഴിയുമ്പോൾ രണ്ടും മോര് തന്നെയല്ലേ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കരുതി മോര് കാച്ചിയതുള്ള സ്ഥിതിക്ക് ഇനി പാവക്ക തീയൽ വെക്കുവാണെങ്കിൽ അതാണല്ലോ നല്ലത്. അങ്ങനെയാണ് തീയൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചത്. പച്ചടിയാണെങ്കിൽ നമുക്ക് പിന്നെ എളുപ്പമാണ്.
പച്ചടി വയ്ക്കാനാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ അങ്ങോട്ട് അരിഞ്ഞെടുക്കുമെന്ന് വെച്ചിട്ട് പച്ചത്തേങ്ങ ചിരണ്ടി എടുത്തിട്ട് ഇത്തിരി ജീരകം ഇതേ സംഭവമൊക്കെ തന്നെ അതിനകത്തും ചേർക്കും കേട്ടോ. ഉലുവ ചേർക്കും, ജീരകം ചേർക്കും, പച്ചക്കടുക് ചേർക്കും, പിന്നെ അതുപോലെ 2 കഷ്ണം ഉള്ളി ചേർക്കും, പിന്നെ 2 കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് അരച്ച് പാവക്ക വേവിച്ച് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ചേർത്ത് ഇളക്കി തൈരും കൂടെ ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ പാവക്ക പച്ചടിയാകും. പെട്ടെന്ന് കാര്യം നടക്കും. ഇത് പിന്നെ ഇത്തിരി സമയം എടുക്കും. ഒരു കളിപ്പ് പറ്റിപ്പോയി. പാവയ്ക്ക നമുക്ക് മറ്റേ അടുപ്പയിലേക്ക് വാട്ടാൻ ഇട്ടിട്ട് തേങ്ങ വറുത്താൽ മതിയായിരുന്നു. അങ്ങനെ ആകുമ്പോഴത്തേക്ക് തേങ്ങ വറുത്തരച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ പാവയ്ക്ക വെന്തിരുന്നേ ഞാൻ പെട്ടെന്ന് തന്നെ കറി ആക്കുകയും ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോയുടെ ശ്രദ്ധയിലും അതുപോലെ തന്നെ ഞാൻ മറക്കാണ്ട് തന്നെ കമൻറ്റിൽ മെൻഷൻ ചെയ്യാനൊക്കെ നിന്നത് കൊണ്ട് ആ കാര്യമൊക്കെയാണ് മനസ്സിൽ നിന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിപ്പോയി. ഞാനൊരു കാര്യം ചെയ്യാൻ പോണ്, ഇതൊന്ന് ലോ ഫ്ലെയിമിലാക്കുന്ന, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. എന്നിട്ട് അപ്പുറത്തെ അടുപ്പയിലേക്ക് പാവയ്ക്ക വറയിലിടാനും കൂടെ പോവുകയാണ്. അപ്പോൾ അതാകുമ്പോൾ പാവയ്ക്ക വേഗം വെന്ത് കിട്ടിക്കോളുമല്ലോ. പാവയ്ക്ക വെക്കാനുള്ള ചട്ടി അടുപ്പയിലേക്ക് ഒന്ന് വെച്ച് ഫ്ലെയിം ഒന്ന് കമത്തിയിട്ടുണ്ട്. ഇത്തിരി വെള്ളമുണ്ട്, ആ വെള്ളം കമത്തിക്കളയട്ടെ. നമ്മുടെ തേങ്ങ വേഗം വങ്ങുന്നുണ്ട്. തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്തിരി മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത്രയും മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. മഞ്ഞൾ പൊടിച്ചത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ലേശമല്ല. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ എങ്ങനെയെങ്കിലും കൊട്ടിക്കുടഞ്ഞെടുത്തിട്ട് കുറച്ച് ഇത്തിരി ചേർക്കുന്നുണ്ട്. തീയലിന് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മഞ്ഞൾപ്പൊടി. ഇതിൽ നമ്മുടെ പാവയ്ക്ക ഉണ്ടല്ലോ, അത് ഇത്തിരി ഇത്തിരി കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ അത് ചേർക്കുന്നത്. അതുകൊണ്ട് ഈ പരുവത്തിൽ ഇരിക്കുവാണെന്ന് കൊട്ടിയെടുക്കാൻ. മഞ്ഞൾ ചേർക്കുന്നത് കളർ കിട്ടാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മഞ്ഞൾ വൈറ്റമിനൊക്കെ ആണല്ലോ, വൈറ്റമിനുകൾ അതുപോലെ തന്നെ വിഷാംശത്തെയൊക്കെ ഇല്ലായ്മ ചെയ്യിക്കുക എന്നുള്ളതാണ് മഞ്ഞളിൻ്റെ പ്രധാനമായിട്ടുള്ളത്. പിന്നെ മഞ്ഞളിനകത്ത് കുർക്കുമീൻ അടങ്ങിയിട്ടുണ്ട്. അതാണ് ഇപ്പം ഇന്നലെ എന്നോട് ഷൈനി പറഞ്ഞല്ലോ GK ക്വസ്റ്റിനൊക്കെ GK ഒക്കെ പോരട്ടെ കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ മഞ്ഞളിന് മഞ്ഞ നിറം നൽകുന്നത് കുർക്കുമീൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണ് കേട്ടോ. ഒരു പിഗ്മെൻ്റ് ആണത്. നമ്മുടെ തേങ്ങ കറക്റ്റ് പാകത്തിന് ആയിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് ഇത് ഓഫ് ചെയ്യുവാണേ. നമ്മുടെ ഈ ഫാനിൻ്റെ ചൂടും കൂടെയൊക്കെ കിട്ടി ഒരല്പം ചൂട് കുറഞ്ഞിട്ട് മയം ചൂടുള്ള സമയത്ത്, ചെറു ചൂടുള്ള സമയത്ത് വെള്ളം ചേർക്കാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ ചട്ടിയിലെ വെള്ളം ഇച്ചിരി വെള്ളം കൂടി ഉണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് വറ്റി വന്നോട്ടെ. അതിന് ശേഷം നമുക്ക് പാവക്കേക്ക് അങ്ങോട്ടിട്ട് വറതളിച്ച് അടച്ച് മൂടി വെച്ചിട്ട് തേങ്ങ അരച്ചിട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ ഉണ്ടല്ലോ പ്രധാനപ്പെട്ട മറ്റൊരു സാധനം ഉണ്ടായിരുന്നു. നമ്മുടെ പുളിയുണ്ടല്ലോ, ഏത് പുളിയാണ് ഇതിനകത്ത് ഞാൻ ചേർക്കുന്നത്? നമ്മൾ ഇവിടേക്ക് ചേർക്കുന്നത് വാളംപുളി ചേർത്തിട്ടാണ് വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ വാളംപുളി എന്നെടുത്ത് വെള്ളത്തിൽ ഇട്ടേക്കട്ടെ. ഞാൻ ചട്ടി നന്നായിട്ട് കാഞ്ഞിരിക്കുകയാണ്, വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. നന്നായിട്ട് കാഞ്ഞിരിക്കുന്ന ചട്ടി ആയതുകൊണ്ട് വെളിച്ചെണ്ണ വേഗം തന്നെ അങ്ങോട്ട് ചൂടായിപ്പോകും. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് കടുക് ഒരു 3-4 ഉലുവയും കൂടെ ഇടുന്നുണ്ട്. 3-4 ഉലുവയും ചേർക്കുന്നുണ്ട്. കടുക് പത്രത്തിൽ കടുക് കുറവാണ്. വാങ്ങിച്ച കടുക് ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് ഈ പൊട്ടിച്ച് അങ്ങോട്ട് ഇടാനായിട്ട് അത് ആദ്യമേ തന്നെ ഒരു 5-10 ഉലുവ ചേർത്തിട്ടുണ്ട്. ഉലുവ അങ്ങോട്ട് പൊട്ടാൻ തുടങ്ങുന്ന സമയത്ത് കടുക് ചേർക്കുവാണ്. നമ്മുടെ കറിവേപ്പിലയിൽ കുറച്ച് വേപ്പിലെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആദ്യമേ കുറച്ച് സവോള അരിഞ്ഞതിനെ
ഇത്തിരി സവോള ഇട്ടൊന്ന് മൂപ്പിക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് എണ്ണയ്ക്ക് നല്ല ഒരു ടേസ്റ്റ് കിട്ടുവേ. പിന്നെ ഉള്ളി ചേർത്തതിന് ശേഷം മാത്രമേ ഞാൻ കറിവേപ്പില ഇടത്തുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കുന്ന ഇത്തിരി അധികമായി പോകും. അപ്പോൾ ഇട്ടിട്ടുണ്ട്. കുഴപ്പമില്ല കേട്ടോ, വലിയ പ്രശ്നമൊന്നും വന്നില്ല. അപ്പോൾ ഒന്ന് അടച്ചു വെച്ചു. പൊട്ടിത്തെറിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് പാവക്കയും കൂടെ ചേർത്ത് വയ്ക്കാം. കടുകൊക്കെ ഇടാൻ സ്ഥാനത്തേക്ക് ഇരുന്നോട്ടെ. ബാക്കി സവോള ചേർത്ത് വഴറ്റുന്നു. ജസ്റ്റ് നോക്കിയിട്ട് പാവക്കയും കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഇങ്ങനെ ചേട്ടന് ഓഫീസിലൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോഴുണ്ടല്ലോ പാവക്ക തീയൽ, അതുപോലെ തന്നെ ഉള്ളിത്തീയൽ, പിന്നെ മോര് കാച്ചിയത്. ഈ സാധനമൊക്കെ ഓഫീസിൽ ഞാൻ വെച്ച് കൊടുത്തു വിടുമ്പോഴുണ്ടല്ലോ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അവർ പറയും നല്ല കൈപ്പുണ്യം ഉണ്ടല്ലോ ഭാര്യയ്ക്ക് എന്നുള്ളത് എന്നിങ്ങനെ പറയും. പക്ഷെ അപ്പുറത്ത് പറയുന്നുണ്ട്, ഞാനൊക്കെ പറയണ കേട്ട് അപ്പം അവിടെ നിന്ന് കുറേ ഗ്യാസ് അടിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അവരവരുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനം ചിലപ്പോൾ എല്ലാവർക്കും ടേസ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നാറില്ല. വാങ്ങിയിട്ട് വല്ലയിടത്ത് നിന്ന് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് രുചിയായിട്ടൊക്കെ തോന്നുന്നില്ല. ചിലപ്പോൾ അങ്ങനെ തോന്നിയതായിരിക്കില്ല. എൻ്റെ ഞാൻ തന്നുവിട്ട തീയലും മോര് കാച്ചിയതൊക്കെ നന്നായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് ഒന്നിച്ചും പറയുകടി അവിടെയൊക്കെ പേരൊക്കെ പറയും. എന്നിട്ട് ഇന്ന ആൾ പറഞ്ഞു നല്ല കറിയാണെന്നൊക്കെ പറഞ്ഞു. ഞാനൊരു തുള്ളി എണ്ണ ഉടച്ച് ഇങ്ങനെ ചേർക്കുന്നതല്ല കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ സാധാരണ ഫസ്റ്റ് ട്രിപ്പ് ഒഴിക്കുന്ന എണ്ണ മതി. ഇനി ഉപ്പിടാൻ പോകാൻ ഉപ്പിട്ടിട്ട് അടച്ച് വയ്ക്കും. പാകത്തിന് ചേർത്ത് അടച്ച് വെള്ളത്തിൽ വേവിക്കുന്നതിനേക്കാൾ നല്ലത്. ഇപ്പോൾ അവർക്ക് വെള്ളത്തിൽ വേവിക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ വേവിക്കുന്നതാണ് കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് തേങ്ങയൊക്കെ അടച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഇത് വെന്തിരുന്നോളൂ. മൊത്തം തെറ്റാ പറയണം, മുഴുവന് നാക്ക് വെക്കുന്നുണ്ട്. ചെറു ചൂടിൽ ഇട്ട് അരയ്ക്കാനായിട്ട്. ഇപ്പം ചെറു ചൂടിൽ അരച്ച് കഴിഞ്ഞെന്നാൽ നമ്മുടെ വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കുമ്പോഴേ കറിക്ക് ഒരു പ്രത്യേക നിറമൊക്കെ കിട്ടും. നല്ല അരപ്പായിരിക്കും കിട്ടുന്നത്. വെള്ളം ചേർത്ത് കഴിയുമ്പോൾ തന്നെ വേറൊരു കളറാകാൻ തുടങ്ങും അരപ്പിന്. മിക്സിയുടെ ജാറിൻ്റെ ഈ വാഷർ ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ഇട്ടപ്പോൾ വാഷർ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ലൂസാകുമല്ലോ. അങ്ങനെ ലൂസായിരിക്കുമായിരുന്നു ഇത് കേട്ടോ. ഞാൻ പിന്നെ എന്തെന്നറിയാമോ, എടുത്ത് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ തണുപ്പടിച്ച് കഴിയുമ്പോൾ ഇതൊന്ന് ചുരുങ്ങി കിട്ടും. അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. മിക്സിയുടെ വാഷർ ഇങ്ങനെ ലൂസാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ മിക്സിയുടെ അതുപോലെ തന്നെ കുക്കറിൻ്റെ വാഷറും ലൂസായി കഴിഞ്ഞിട്ട് എയർ നന്നായിട്ട് നിൽക്കാതെ വരുമ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഞാൻ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് റെഡിയാകാറുണ്ട്. നേരത്തെ വാളംപുളി വെള്ളത്തിലിടാൻ പോണെന്ന് പറഞ്ഞിട്ടേ മറന്നുപോയി. എന്ന് വെച്ചാൽ വേപ്പിലെടുക്കാനായിട്ട് പോയി. ഇത്രയും വാളംപുളിയാണ് ഇടുന്നത് കേട്ടോ. ഒരു ചെറു നാരങ്ങയുടെ വലിപ്പത്തിലാണ് എടുക്കുന്നത്. അതൊന്നിങ്ങനെ ഉടച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വെക്കുന്നുണ്ട്. നമുക്കിനി നന്നായിട്ട് തിരുമ്മി പിഴിഞ്ഞ് അരപ്പ് ചേർക്കണ കൂട്ടത്തിൽ ഒഴിച്ചാൽ മതിയല്ലോ. കയ്യിലെ പുളിയുടെ അംശമൊക്കെ പറ്റിയത് കഴുകി കളഞ്ഞു. ഇല്ലെങ്കിൽ പിന്നെ മിക്സിയിലൊക്കെ പിടിക്കുമ്പോൾ മിക്സിയിലൊക്കെ കളർന്നിതാവും.
വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം എടുത്ത്. ഇത് കണ്ടോ, അതെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല, പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാൻ പറ്റി. നമ്മൾ ലേശം എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, ആ എണ്ണ ഒഴിച്ചില്ലെങ്കിലും ഇതേപോലെ അരഞ്ഞു കിട്ടുവേ. പാവക്ക വെന്തൊക്കെ ഇരിക്കുവാണ്, എന്നാലും ഒന്നും കൂടെ വാടിക്കോട്ടെ. നമുക്കേ നമ്മുടെ ജാറൊക്കെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി വെള്ളം ഈ തേങ്ങ വറുത്ത പാത്രത്തിലേക്ക് തന്നെ ഒന്ന് ഇത്തിരി ചെറു ചൂടുവെള്ളവും കൂടെ ആക്കി എടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ വാളംപുളി പിഴിഞ്ഞിട്ടുള്ള വെള്ളം ഒഴിക്കുകയാണേ. ഇപ്പോൾ പാവക്കയ്ക്ക് അഥവാ കയ്പൊക്കെയുള്ള പാവക്കയാണെങ്കിൽ വാളംപുളി പിഴിഞ്ഞൊഴിച്ചിട്ട് ഒന്നും കൂടെ തിളപ്പിക്കുക. അപ്പോഴത്തേക്ക് കയ്പ് നന്നായിട്ട് കുറഞ്ഞു കിട്ടും. ഈ പുളിയുടെ ചണ്ടി ഞാൻ കളയുന്നില്ല, അത് അതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. പുളിയുടെ ചണ്ടി അതുവഴി ചേർക്കില്ല, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി വെള്ളം കൂടെ അതിനകത്തേക്ക് ഒഴിച്ച് ചേർത്തിട്ട് പിഴിഞ്ഞ് ചേർക്കാം. വേണ്ടി വരില്ല, എന്നാലും ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് മാറ്റി വെക്കണേ. നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. ഇത് ഇപ്പം നമുക്ക് അരപ്പ് ചേർക്കാം. ഈ ജാറൊന്ന് കഴുകിയെടുക്കട്ടെ. എൻ്റെ ബ്ലേഡിൻ്റെ ഇടക്കൊക്കെ കയറിയിരിക്കുന്നു. അപ്പോൾ ഇത്തിരി ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ആ ബ്ലേഡിന് ഇടക്കുന്നൊക്കെയുള്ള അരപ്പ് പോകുന്നോളൂ. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിരിക്കുകയാണേ. മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ജാറ് വിനയപ്പെടുത്തിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയിരിക്കുന്ന ചൂടുവെള്ളമൊക്കെ കൊണ്ട് ഈ ജാറ് ഒന്ന് വിനയപ്പെടുത്തി എടുക്കുവാണ് ഒന്നും കൂടെ. നമ്മൾ കറി ഇറക്കുമ്പോൾ ഈ പരുവത്തിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും കൂടെ ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ച് പോരാത്ത ഉപ്പൊക്കെ നോക്കിയിട്ട് അതും കൂടെ ചേർത്ത് കറി നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുത്താൽ മതി. ഉപ്പ് നോക്കട്ടെ, ഉപ്പിൻ്റെ ലേശം പോരായ്മയുണ്ട്. പുളിയൊക്കെ നമുക്കത് പാകമായിരുന്നേ. അപ്പം ഇത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കുകയാണ്. നമ്മുടെ പാവക്കക്കറി തിളച്ചിട്ടൊക്കെ ഉണ്ട്. ആ സമയത്ത് നമുക്ക് നമ്മുടെ ജാറൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ഇവിടെ മഞ്ഞൾ പൊടിച്ചെടുക്കേണ്ടതല്ലേ, അപ്പോൾ നമുക്കിത് വെയിലത്തേക്ക് വെക്കാൻ പോകാം. കൂടെ എൻ്റെ മഞ്ഞൾ ഉണക്കാൻ വെച്ചിരിക്കണം കൂടെ കാണിച്ചു തരാം. മുറ്റത്തുനിന്ന് വെയിലൊക്കെ പോയില്ല. ഇവിടെ കുറച്ച് വെയിലുള്ളൂ, മൊത്തം നല്ല വെയിലായിരുന്നു. ആ സമയത്ത് ഞാൻ കൊണ്ടുവന്ന് വെച്ചത്. മഞ്ഞൾ ഉണങ്ങിയിരിക്കുക, നന്നായിട്ട് ചൂട് പിടിച്ചിട്ടുണ്ട്. മതി.
ഇതാണ് നമ്മുടെ മഞ്ഞൾ, കഴിഞ്ഞ വർഷത്തെ മഞ്ഞളാണ്. ഇതുപോലെ നമ്മുടെ പറമ്പിൽ നന്നായിട്ട് മഞ്ഞൾ ഉണ്ടായി കിട്ടിക്കോളും കേട്ടോ. ഇത്തിരി ഗ്രോ ബാഗിലോ അതല്ലെങ്കിൽ നേരെ മണ്ണിൽ നട്ടാലും മതി. അങ്ങനെ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തെടുത്ത മഞ്ഞളാണിത്. ജാറൊന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്കത് നന്നായിട്ട് പൊടിച്ച് ഒന്ന് അരിച്ചെടുക്കാം. നമ്മുടെ പാവക്കക്കറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ മഞ്ഞൾ പൊടിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് നല്ല ലെങ്തായി. അപ്പോൾ ഇനി നമുക്ക് മഞ്ഞൾ പൊടിക്കുന്നതൊക്കെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഓക്കേ.